കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥ വന്നിരിക്കുന്നു. ബിന്ദുവിൻ്റെ മരണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP, യുവമോർച്ച അങ്ങനെയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. നിരന്തരം പരാജയപ്പെടുകയും ആരോഗ്യമേഖല മരണക്കയമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീണ ജോർജിൻ്റെ രാജിയല്ലാതെ മറ്റൊരാവശ്യം അവർക്കില്ല. യൂത്ത് ലീഗിൻ്റെ സമരമൊക്കെ ഇന്ന് കാണുമ്പോൾ അതിശക്തമായിട്ട് തന്നെ പ്രതിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. കാരണം സാധാരണ സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോഴൊക്കെ തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ചെയ്യാറുള്ളത് പോലെ യൂത്ത് ലീഗ് സമരം അത്ര ശക്തിപ്പെടാറില്ല. എന്നാൽ ഇത്തവണ മന്ത്രിയുടെ രാജിക്കായി അതിശക്തമായ സമരമാണ് യൂത്ത് ലീഗും നയിക്കുന്നത്. നമുക്ക് ആ രംഗങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കാം.